അമേരിക്കയുടെ AI ആപ്ലിക്കേഷനുകളെ അല്ലെങ്കിൽ അമേരിക്കയുടെ AI ടെക്നോളജിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ചെറിയൊരു കമ്പനി ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയുടെ ടെക്നോളജി കമ്പനികളുടെ എല്ലാ ഷെയർ മാർക്കറ്റുകളെയും ട്രില്യൺ കണക്കിന് ഇടിക്കുന്ന രീതിയിൽ കയറി വന്നൊരു കമ്പനിയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലും ലോഞ്ച് ചെയ്തത്. അതെ, ഡീപ് സീക്ക് എന്ന് പറയുന്ന ആ ഒരു AI ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനെ നമ്മൾ നേരെ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ആൻഡ്രോയിഡ് ഫോണിലെ പ്ലേ സ്റ്റോറിൽ ജനുവരി 8 മുതൽ ഇത് ലഭ്യമാണ്. തുടർന്ന് നമ്മൾ ഡീപ് സീക്ക് AI അസിസ്റ്റൻറ്റ് എന്നുള്ള ഇവിടം സൈൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു എംപ്ലത്തോട് ഇവിടെ വരും. നമ്മളിതിനെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തായി നിങ്ങൾക്ക് കാണാം 4.7 ഇപ്പോൾ റേറ്റിംഗ് കിടക്കുന്നത്. 1 കോടിയിലധികം ആൾക്കാർ ഇതിപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്തു. തുടർന്ന് നമുക്കിവിടെ ഓപ്പൺ എന്ന ഓപ്ഷനിൽ കൊടുക്കുന്നു. ഇവിടെ വരുമ്പോൾ വെൽക്കം ടു ഡീപ് അവരുടെ എഗ്രി ചെയ്യാനുള്ള പ്രൈവസി പോളിസി എഗ്രി ചെയ്യാൻ പറയുന്നു. നമ്മൾ എഗ്രി കൊടുക്കുക. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയുള്ള ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വർക്ക് ചെയ്യിക്കാൻ സാധിക്കില്ല. കാരണം ചൈനയിലെ ഫോൺ നമ്പർ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ നിന്നും തൊട്ട് താഴെയുള്ള സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. തുടർന്ന് നിങ്ങൾ എഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയായി നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ മെയിൽ ID കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതവിടെയായി കൊടുക്കുക. നിങ്ങൾ ആ മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് എഗ്രി ആൻഡ് സേവ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരുന്നു. തുടർന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീപ് സീക്കിൻ്റെ ആ ഒരു ഇൻ്റർഫേസിലേക്ക് കടക്കുവാൻ സാധിക്കും. പ്രത്യേകം ഓർമ്മിക്കുക, മൊബൈൽ നമ്പർ വഴി ഇപ്പോൾ കയറാൻ സാധിക്കും. ChatGPT പോലെ ഏകദേശം അതുപോലെ തന്നെ സാമ്യമുള്ള ഒരു ഇൻ്റർഫേസാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്രീ ആയിട്ട് ലഭിക്കുന്നൊരു ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. നമുക്കിവിടെയായി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെയായി കൊടുക്കുന്നത് കൊച്ചിയിലെ അട്രാക്റ്റീവ് പ്ലേസ് ഏതൊക്കെയെന്നാണ്. കൊടുത്തുറന്നതിന് നിങ്ങൾക്ക് കാണാം ചറപറാന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യുന്നത് കാണുന്നത്. കൊച്ചിയിലുള്ള അട്രാക്റ്റീവ് പ്ലേസസ് എല്ലാം നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ChatGPTയിൽ ചെയ്യുന്ന കാര്യങ്ങളും അതിലുപരിയായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്കൊരു ഒറ്റയടിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്കിങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷാണ് തരുന്നത്. ഇത് നമുക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിന് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ ലഭ്യമാണ്. നിങ്ങളിവിടെ കൺവേർട്ട് ടു മലയാളം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡീപ് സീക്ക് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇതിനെ മലയാളത്തിലും കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. ഞാനിതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതും ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കൺവേർട്ട് ടു മലയാളം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ വരുമെന്ന് അറിയണമല്ലോ. ഇവിടെ കാണുന്നു കൊച്ചിയിലെ കേരളത്തിലെ സുപ്രധാന നഗരം പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും. തുടർന്ന് ഈ ഒരു 2 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എത്ര നേരം ഉപയോഗിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഹിസ്റ്ററിയെല്ലാം നിങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഈ പ്ലസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ഡയറക്റ്റ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാനുള്ള സെർച്ച് എന്നൊരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡീപ് തിങ്ക് എന്ന് പറയുന്നത് ഇവിടെ ആർ ഓൺ ടെക്നോളജിയിൽ പോകുന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെയുള്ള ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോയോ ഇമേജുകളോ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം അതെല്ലാം നിങ്ങൾക്ക് സ്കാൻ ചെയ്യുന്നതിനും ആ സ്കാൻ ചെയ്ത് ഡീറ്റെയിൽസ് അറിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോട്ടോ OCR എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായി നമ്മുടെ ഒരു സെറ്റിങ്സും ബാക്കി കാര്യം ചോദിക്കും. ക്യാമറയുടെ പെർമിഷൻ ബാക്കി സാധനങ്ങൾ കൊടുക്കാൻ പറയും. നമ്മൾ ആ പെർമിഷനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിൽ നിന്നും ആ ഒരു പെർമിഷൻസ് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോയും ബാക്കിയെല്ലാം അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് സാധിക്കും. കൂടാതെ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കുന്നതിന് അറ്റാച്ച്മെൻറ്റ്സിൽ കയറി നമുക്കിതിനകത്ത് ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ കൊടുക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ChatGPTയെക്കാളും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തികച്ചും ഫ്രീ ആയിട്ടാണ്. പിന്നെ എല്ലാ AI ആപ്ലിക്കേഷനും ഉപയോഗിക്കും പോലെ തന്നെ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസോ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളോ നമ്മുടെ വളരെ പ്രൈവസികരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഷെയർ ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഡീപ് സീക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.